മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പാർലമെന്റിന് പുറത്ത് UDF LDF എംപിമാരുടെ സംയുക്ത പ്രതിഷേധം. വയനാടിന് പ്രത്യേക സഹായം അനുവദിക്കണമെന്ന് ബാനറുമായാണ് എംപിമാർ പ്രതിഷേധിച്ചത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ദുരന്തബാധിതരോട് വേർതിരിവ് കാണിക്കരുതെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. That is a time when they are supposed to set politics aside and give the assistance required. We are actually deeply disappointed because we expected that at least highlighting this issue, going to them, explaining the kind of pain and suffering which frankly they themselves have seen. Prime Minister himself has seen. He has met those victims. So we thought that at least out of humanity and compassion, what is due to the victims of Wayanad, of the tragedy that happened there, should be given to them. And frankly, we are still hoping that the government will have some compassion, some humanity, and will do what needs to be done. Because this is a matter which is above politics. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, തമിഴ്നാട്ടിൽ രാവിലെ കേന്ദ്ര സംഘം പോയി വൈകിട്ടായപ്പോൾ 900 ചില്ലുവാനം കോടി അനുവദിച്ചു. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറേയധികം കണക്കുകൾ പറയുന്നുണ്ടായിരുന്നു പ്രതിപക്ഷം. അതടക്കം ഉന്നയിച്ചുകൊണ്ടാണോ കേരളത്തിനോട് കൃത്യമായ വിവേചനമുണ്ട് എന്ന് പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം? ബൽറാം. ഹാഷ്മി, ഈ കണക്കുകൾ നിരത്തുമ്പോഴും അത്തരത്തിൽ കൊടുക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് പരാതിയില്ല. മറിച്ച് എല്ലാ സംസ്ഥാനങ്ങളോടും ഒരുപോലെയുള്ള പെരുമാറ്റമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടത് എന്ന നിലപാടാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉന്നയിക്കുന്നത്. വയനാടിനോടുള്ള കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നാണ് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കേരളത്തിൽ നിന്നുള്ള പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ 24 എംപിമാർ കണ്ട് ഈ വയനാട് ദുരിത ആശ്വാസത്തിനായുള്ള നിവേദനം സമർപ്പിച്ചിരുന്നു. ഈ നിവേദനം സമർപ്പിച്ച് ഇന്നേക്ക് 10 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും യാതൊരു തരത്തിലുള്ള നടപടിയും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് കുറ്റപ്പെടുത്തൽ മാത്രമാണ് ഒരു മറുപടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. കേരളം സംയോജിതമായി ഈ കാര്യത്തിൽ നിവേദനവും വിശദമായ കണക്കുകളും സമർപ്പിച്ചില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് അതിൽ ഉണ്ടായിരുന്നത്. മറിച്ച് ഈ കേന്ദ്ര സഹായം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും പരിഗണനയിലാണ് എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതേസമയം പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര സംഘങ്ങളും കേന്ദ്രമന്ത്രിമാരും ഈ പ്രദേശം നേരിട്ട് കണ്ട് വിലയിരുത്തിയ ശേഷവും എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് ഈ ധനസഹായം എന്നാണ് എംപിമാർ ചോദിക്കുന്ന ചോദ്യം. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എത്രയും വേഗം തന്നെ വയനാട് ദുരിതബാധിതർക്കുള്ള സഹായം, കേന്ദ്ര സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് എംപിമാർ സംയുക്തമായി പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചത്. രാജ്യസഭാ എംപിമാർ 2 പേരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കേരളത്തിനുള്ള ധനസഹായം നൽകണം എന്ന് കാണിക്കുന്ന പോസ്റ്ററും മുദ്രാവാക്യങ്ങളുമായാണ് പ്രതിഷേധം നടത്തിയത്. ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വയനാടിനോട് വിവേചനമരുത്, കേരളത്തിനോട് വിവേചനമരുത്, മറ്റ് സംസ്ഥാനങ്ങളും കൊടുക്കണം, ഉറപ്പായും കൊടുക്കണം, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിനോട് കിട്ടാനുള്ളത് തരണം എന്നാവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ എംപിമാർ.